ബന്ധുവായ ഒരു മദ്രസ അധ്യാപകനെ പോക്സോ കേസിൽ പോലീസ് പിടികൂടുന്നു. 3-ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയ ആശയമുള്ള രക്ഷിതാക്കളാണ് പരാതി നൽകിയത്. സ്വാഭാവികമായിട്ടും പോക്സോ കേസാകുമ്പോൾ ഇരയുടെ മൊഴി മാത്രം മതി അറസ്റ്റിന്. 1.5 മാസം നിങ്ങൾ ഈ പറയപ്പെട്ട അകന്ന ബന്ധു ജയിലിൽ കിടക്കുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നു, നാട്ടുകാരോട് ചോദിക്കുന്നു. നിങ്ങൾ തികച്ചും 100% നിരപരാധിയാണെന്ന് പോലീസിനും എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. നിങ്ങൾ ജയിൽ മോചിതനാകുന്നു, റിലീസാകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പരാതി കൊടുത്ത വീട്ടുകാർക്ക് 1-2 പേർക്ക് ചില മാരകമായ അസുഖങ്ങൾ പിടിപെടുന്നു. ഒരു നിലക്കും മാറാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക്, ഈ പറയപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് ആ വീട്ടുകാർ മാപ്പ് ചോദിക്കാൻ എന്നുള്ള രൂപത്തിൽ വരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാ അമ്മാ ബഅദ്. അങ്ങനെ കേസൊക്കെ കഴിഞ്ഞ് ഇവർ അസുഖമൊക്കെ പിടിപെട്ട് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവർ നിരപരാധിത്വം സംബന്ധിച്ചു. ഞങ്ങൾ ആദർശപരമായിട്ട് വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഞങ്ങളെ കുടുക്കിയതാണ്, സത്യത്തിൽ തെറ്റൊക്കെ ഞങ്ങളുടെ അടുത്താണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഞാൻ അവരോട് പറയും, അള്ളാഹു പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചതായിരിക്കും. അള്ളാഹു പരീക്ഷിക്കുന്നവർക്ക്, ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് വലിയ പ്രതിഫലം തരും. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അസ്സബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമിക്കുന്നത്, ക്ഷമാശീലം എന്നത് ഈമാനിൻ്റെ പകുതിയാണെന്നാണ് മുത്തുനബിയോർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എനിക്ക് അല്ലാഹു തആല ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രതിസന്ധികൾ എന്തിനാണ് വരുന്നത്, പ്രയാസങ്ങൾ വരുന്നത് എന്തിനാണ്? അല്ലാഹു തആല നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു മഹത്തായ ദറജയുണ്ട്. ആ ദറജയിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ തന്ന് നിങ്ങളെ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഉള്ള സംഭവമാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് യാതൊരു കുഴപ്പമില്ല. അള്ളാഹു തആല എന്നെ ഇങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് എങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കും. അള്ളാഹുവിൻ്റെ തീരുമാനത്തിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഞാൻ ക്ഷമിക്കുന്നു, നിങ്ങളോട് എനിക്കൊരു വൈരാഗ്യവും ഇല്ല. അള്ളാഹു തആല നിങ്ങളുടെ അസുഖവും ശിഫയാക്കി തരട്ടെ. ഞാൻ നിങ്ങളുമായിട്ട് യാതൊരു വ്യക്തിവൈരാഗ്യം എനിക്ക് നിങ്ങളോടില്ല. നിങ്ങൾ അപക്വമായി എന്നോട് പെരുമാറിയതിന്, അപമര്യാദയിൽ എന്നോട് പെരുമാറിയതിന് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത്. അന്ന് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ആദർശ വൈരുദ്ധ്യത കാരണം, അല്ലെങ്കിൽ എന്നോടുള്ള ആദർശത നിലക്കുള്ള വൈരാഗ്യം കാരണം നിങ്ങൾക്കത് സമ്മതിച്ചില്ല. നിങ്ങൾ സമൂഹ മധ്യേ അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കിടയിൽ എന്നെ ആക്ഷേപിച്ചു, എന്നെ അധിക്ഷേപിച്ചു, എന്നെ പോക്സോ കേസിൽ കുടുക്കി. ജനങ്ങളും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ ആളുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുത്ത് ചർച്ചയൊരുക്കി, വേദിയൊരുക്കി, കളമൊരുക്കി കൊടുത്തു. പക്ഷേ അപ്പോഴെല്ലാം എൻ്റെ കൂടെയുള്ളത് അള്ളാഹുവാണ്. അള്ളാഹു തആല എന്നെ ഒന്നും പെടുത്തിയിട്ടില്ല. എനിക്കെപ്പോഴും അള്ളാഹു തആല കൂവത്ത് തന്നിട്ടുണ്ട്. ഞാൻ നിരപരാധിയാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ പിന്നെന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്? പക്ഷേ നമുക്കിവിടെയല്ലല്ലോ, ആഖിറമാകുന്ന ലോകത്തല്ലേ നമ്മുടെ വിജയമുള്ളത്. ഇവിടെ എന്തുണ്ടായാൽ എന്താ, ദുനിയാവാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അഖല്ലു മിനൽ ഖലീൽ വഅശിഖുഹാ അദല്ലു മിനൽ ദലീൽ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ നൈമഷികമാണ് മോനെ. അതിൻ്റെ സുഖാസ്വാദനങ്ങളിൽ കുടുങ്ങുന്നവൻ പരമവിഡ്ഢിയാണെന്നല്ലേ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട്
ദുനിയാവിൽ പ്രതിസന്ധികൾ വന്നതിലൊന്നും എനിക്ക് തടസ്സമില്ല, അതാകണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഉസ്താദുമാർ പഠിപ്പിച്ചത്. നോക്കൂ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ ബഹുമാനപ്പെട്ട AP ഉസ്താദ് എത്ര കാലമായി ആ ഉസ്താദിനെ പറയാത്ത ആക്ഷേപങ്ങളുണ്ടോ, ആ ഉസ്താദ് കേൾക്കാത്ത തെറികളുണ്ടോ? ഇനി ആര് എന്തെങ്കിലും പുതിയ വാക്ക് ഉദ്ദേശിച്ചാൽ അതൊരൊട്ടും റിപ്പീറ്റ് ചെയ്തതായിരിക്കും. അത്രമാത്രം ആക്ഷേപങ്ങൾ ആ ഉസ്താദ് കേട്ടു. ആ ഉസ്താദ് എത്ര പുഞ്ചിരിച്ചുകൊണ്ടാണ്, ആരോടും ഒരു വെറുപ്പില്ല, ആരോടും ഒരു വൈമനസ്യമില്ല, ആരോടും പുഞ്ചിരി, ശത്രുവിനോട് മിത്രത്തോട് എല്ലാം എങ്ങനെയാണ് പെരുമാറുന്നത്, ആ ഉസ്താദിനെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ആ ഉസ്താദ് പ്രതിസന്ധികൾ വരുമ്പോൾ ആ ഉസ്താദ് പറയും, നമുക്ക് അല്ലാഹുവാണ്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഈ ഒരു വലിയ നിർദ്ദേശമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചത്. അതുകൊണ്ട് കുടുംബം, നിങ്ങളൊന്നും വിഷമിക്കേണ്ടതില്ല. അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ, അള്ളാഹു നിങ്ങൾക്കും ക്ഷമ നൽകട്ടെ. ഇനിയൊന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. നല്ല നിലക്കാവണം നിങ്ങളുടെ പെരുമാറ്റങ്ങളും ചട്ടങ്ങളും. അതുകൊണ്ട് നല്ല രീതിയിൽ ഉസ്താദന്മാരോടുള്ള വൈരാഗ്യം, ആദർശ വൈരാഗ്യം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതൊന്നും പാടില്ല. അതൊക്കെ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കുഴപ്പമില്ല. ഇനി ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ഉസ്താദന്മാർക്കും കുടുംബപരമായി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അല്ലാഹു തആല അങ്ങനത്തെവർക്ക് വലിയ ശിക്ഷയാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ, ഇല്ലാത്തത് പ്രചരിപ്പിക്കാൻ പാടില്ല. നീ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ സത്യമാകണം. സത്യത്തിൻ്റെ കൂടെ നിന്റെ സഞ്ചാരം ഉണ്ടാവാൻ പാടുള്ളൂ എന്നതാണ് പൊന്നാര മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബക്കാരെ, നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല. നിങ്ങൾ നല്ല രീതിയിൽ മടങ്ങി വരണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം. എൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്, നിങ്ങൾക്ക് പൂർണ്ണമായും തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ട്, എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്കൊരു വൈരാഗ്യവുമില്ല, ഇതുമായി നിങ്ങളോട് ഞാൻ പിണങ്ങി നിൽക്കില്ല എന്നവരോട് പറഞ്ഞ് ഞാൻ പോരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.